ഇപ്പോൾ നമ്മൾ വായിച്ചത് ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. ദാവീദ് മഹാരാജാവ്, ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദ് അപ്പനും അമ്മയും അവനെ മറന്നു കളഞ്ഞപ്പോൾ മറക്കാത്ത ഒരു ദൈവം അവനെ ചേർത്ത് അവനെ രാജാവാക്കി അവനെ വലിയവനാക്കിയ ആ ദാവീദ് മഹാരാജാവ് അവൻ പറയുകയാണ്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ ദൈവം കേൾക്കുകയില്ലായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിൽ അവൻ അകൃത്യം കരുതി അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന അത് കേട്ടില്ല. അവന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് അവൻ പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ അകൃത്യം ചെയ്തിട്ട്, കുറ്റം ചെയ്തിട്ട്, പാപം ചെയ്തിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന്റെ മുഖം മറച്ചു കളയുന്ന ദൈവമാണ്. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൽ അവൻ പറയുകയാണ്, അവൻ ഊരിയാവിനെ കൊന്നു, ബത്ശേബയെ സ്വന്തമാക്കി, എന്നിട്ട് അവൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, എന്നിട്ട് അവൻ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. അവന്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികെ നിന്നു. അവൻ 7 ദിവസം ആ കുഞ്ഞിന്റെ ജീവനെ തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ദൈവം എന്ത് ചെയ്തു? ദൈവം അവന്റെ മുഖം മറച്ചു കളയുകയാണ്. ദൈവം ദാവീദ് മഹാരാജാവ് ആ രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടില്ല. അവനിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ദൈവം അവന്റെ മുഖം മറച്ചു കളഞ്ഞു എന്ന് നമ്മുടെ 2 ശമൂവേൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ദാവീദിന്റെ ഒരു ആഗ്രഹം? എന്റെ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടണം. ഈ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അവൻ എന്ത് ചെയ്തു? 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി. 7 ദിവസം ദാവീദ് കിടന്ന് നിലവിളിക്കുകയാണ്, ഉപവസിച്ച് നിലവിളിക്കുകയാണ്. പക്ഷേ ദൈവത്തിന്റെ മുഖം ദാവീദിൽ നിന്ന് ദൈവം മറച്ചു കളയുകയാണ്. കാരണം നാഥാൻ പ്രവാചകൻ വന്ന് അവന്റെ പാപത്തെ പറ്റി ദാവീദിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ദാവീദ് പാപം ചെയ്തിരിക്കുകയാണ്. ആ പാപം ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ കഴുകിക്കളഞ്ഞില്ല, അവൻ ഏറ്റുപറഞ്ഞില്ല. നമ്മൾ എത്ര തന്നെ പാപം ചെയ്താലും ഹല്ലേലൂയ, നമുക്ക് ഒരു യേശു ഉണ്ട്. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായ ഒരു യേശു ഉണ്ട്. ആ യേശുവിന്റെ അടുത്ത് ചെന്ന്, അപ്പച്ചാ ഞാൻ ഒരു പാപം ചെയ്തു പോയി, ഹല്ലേലൂയ, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാനത് ചെയ്തു പോയി, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒന്ന് ദാവീദ് കരഞ്ഞു പറഞ്ഞില്ല. 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവൻ പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് നിലവിളിച്ച് കരയുകയാണ്. ആ നാഥാൻ പ്രവാചകൻ അവന്റെ പാപത്തെ പറ്റി അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ ദൈവത്തിന് ഒന്നും മറവായിരിക്കുന്നില്ല. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവനായ ദൈവം, എന്റെ ഹൃദയവിചാരങ്ങളെ അറിയുന്നവനായ ദൈവം, ഞാൻ അവനെ തൂക്കി നോക്കി അവൻ കുറവുള്ളവനായി കണ്ടു. ദാവീദ് ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കുറവുള്ളവനായി നിൽക്കുകയാണ്. ദാവീദിനെ ഇതിന്റെ മുഖം ദൈവത്തിന് കാണുവാൻ ഇഷ്ടമല്ല. കാരണം അവൻ പാപം ചെയ്തു പോയി. ആ പാപം അവനെ ഏറ്റുപറയുവാനുള്ള ഒരു മനസ്സ് അവന്റെ ജീവിതത്തിൽ അവനുണ്ടായില്ല. നാഥാൻ പ്രവാചകൻ വന്ന് അവനെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് അവൻ മനസ്സിലായത്, ഞാൻ ഈ ചെയ്തത് ദൈവം അറിയുന്നു. ദൈവത്തിന് മറവായിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അപ്പോ ദാവീദ് വീണ്ടും ചെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പാപങ്ങളെ മുഴുവനും കഴുകിക്കളയുകയാണ്. നമുക്ക് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. യെശയ്യാ 1:15. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയുന്നു. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെളിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൽ നിന്ന് നീക്കിക്കളയുവീൻ. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്, എന്താണ്? നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല.
ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ആദ്യമേ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ ശരീരത്തെ, ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുവാനായിട്ട് കഴിയില്ല എന്ന് യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, ശരീരത്തെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ നോട്ടത്തിൽ, പ്രവൃത്തിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോട്ടം നമുക്ക് തോന്നും ഞാനൊരു പാപവും ഫിസിക്കലായിട്ട് നമ്മളൊരു പാപവും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ പാപങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ ചെല്ലുമ്പോഴൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. വീണ് കിടന്ന് ദാവീദ് എങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിച്ചത്? കുതിച്ച് നൃത്തം ചെയ്താണ് ആ പെട്ടകത്തിന്റെ മുമ്പിൽ ദാവീദ് ആരാധിച്ചത്. ദാവീദ് ആരാധിച്ചതുപോലെ ആ കുതിച്ച് നൃത്തം ചെയ്ത് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആരാധിക്കുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നമ്മൾ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ദൈവത്തിന് നമ്മളിൽ പ്രസാദമുള്ളത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യനെ പറ്റിയെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്ന ദോഷികളായ മനുഷ്യർ, എല്ലാ മനുഷ്യരും ദോഷം ചെയ്തിട്ടുള്ളവരാണ്. ദോഷം ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ആരുമില്ല. പക്ഷേ അത് നമുക്ക് ഏറ്റുപറയുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം കഴുകിക്കളയുവാൻ എത്ര സന്നദ്ധനാണ്. നിന്റെ പാപം കടിച്ചുമൊപ്പായിരുന്നാലും ഞാൻ അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്നാണ് പറയുന്നത്. അതാണ് യെശയ്യാ പ്രവചനം 59 അധ്യായം 1 വാക്യത്തിൽ കർത്താവ് പറയുകയാണ്. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഇവിടെ ദൈവം പറയാൻ, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നത്. നമ്മളുടെ അകൃത്യം, നമ്മൾ ദൈവത്തോട് അതിക്രമം ചെയ്യുന്നു, ദൈവത്തോട് അകൃത്യം ചെയ്യുന്നു, ദൈവത്തിന്റെ വഴികളെ വിട്ട് നമ്മൾ ഓടിപ്പോകുന്നു. അങ്ങനെ നമ്മൾ ഓടിപ്പോകുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയാണ്. ദൈവത്തിന്റെ സകല വിശുദ്ധന്മാർ എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ആവർത്തന പുസ്തകം 33 അധ്യായം 3 വാക്യത്തിൽ പറയുകയാണ്, എന്റെ സകല വിശുദ്ധന്മാരും എന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ആ കരത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന് നമ്മളെ കാക്കുവാനായിട്ട് കഴിയില്ല. ആ ദൈവം ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളോട് അരുളി ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? അത് കേൾക്കുകയില്ല. അതാണ് യോബിന്റെ പുസ്തകം 33 അധ്യായത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ 1-2 പ്രാവശ്യം നിങ്ങളോട് അരുളി ചെയ്യും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അത് കൂട്ടാക്കുന്നില്ല. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യരത് കൂട്ടാക്കുന്നില്ല. അതാണ് അല്ല 33 അധ്യായം 14 വാക്യത്തിൽ ദൈവം നമ്മളോട് 1-2 വട്ടം അരുളി ചെയ്യുന്നു, മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? കൂട്ടാക്കുന്നില്ല. ഗാഠനിദ്രയിൽ മനുഷ്യനായിരിക്കുമ്പോൾ അവൻ ശയ്യമേല് നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നങ്ങൾ രാത്രിയിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോട് സംസാരിക്കുന്നു. ഗാഠനിദ്രയിൽ ദൈവം നമ്മളോട് സംസാരിക്കും. പക്ഷെ 1-2 പ്രാവശ്യങ്ങളൊക്കെ ദൈവം സംസാരിക്കും. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അത് കൂട്ടാക്കുന്നില്ല. അപ്പൊ ദൈവം പറയുകയാണ്, നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങളുടെ അതാണ് സങ്കീർത്തനം 50 അധ്യായം 1 വാക്യത്തിൽ ദൈവം പറയുകയാണ്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എന്ത് ചെയ്യാണ്? ഭൂമിയെ വിളിക്കുകയാണ്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ നമ്മൾ ദൈവം എന്ത് ചെയ്യുക? ഭൂമിയെ വിളിക്കുകയാണ്. എന്തിനാണ് വിളിക്കുന്നത്? ഭൂമിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ജനങ്ങളെ മുഴുവനും എന്ത് ചെയ്യാണ്? വിളിക്കുകയാണ്. നിങ്ങൾ തിരിഞ്ഞു വരണം, മനം തിരിഞ്ഞു വരണം. മനം തിരിഞ്ഞു വരുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വരും. എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ആ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ആ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്റെ ചെവിയെ തിരിക്കുന്ന ദൈവമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായത്തിൽ നമ്മള് വായിക്കുകയാണ്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നതിന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അപ്പോ ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോ ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന, നമ്മുടെ വിചാരം ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നു എന്നാണ്.
എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവം കേൾക്കുന്നില്ല. നമ്മള് പഴയ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കള് അവരാരാണ്? ദൈവത്തിന്റെ മക്കളാണ്. അവർ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്ത് വിഗ്രഹങ്ങളെ ആരാധിച്ച് പോയപ്പോഴൊക്കെ ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയക്കും. ആ പ്രവാസത്തിലേക്ക് അയക്കുമ്പോൾ അശൂർ രാജാക്കന്മാർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും ഇവരെന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഈ ലോകത്തിലുള്ള ജാതികളും എല്ലാ മനുഷ്യരും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അന്നേരം അവർ ആ ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ അവര് പ്രാർത്ഥിച്ചപ്പോ ദൈവം കേട്ടോ? കേട്ടില്ല. അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ആ പ്രവാസത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ അവരെ വിഗ്രഹ ആരാധനകളിലേക്ക് വിട്ട് വീണ്ടും ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ വീണ്ടും അവർ പ്രാർത്ഥിച്ചപ്പോൾ മാത്രമാണ് അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള പ്രാർത്ഥന മാത്രമാണ് ദൈവം കേൾക്കുകയുള്ളൂ. അപ്പൊ ദൈവം പറയുകയാണ്, ഞാൻ പാപികളുടെ പ്രാർത്ഥന ഞാൻ എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന, ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന മാത്രമാണ് ദൈവം കേൾക്കുകയുള്ളൂ എന്നാണ്. അതായത് ഇവിടെ കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കുകയാണ്. ഒരു കുരുടനെ സൗഖ്യമാക്കുന്നത് ഒരു കുരുടന് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് പറയുകയാണ്, നീ പോയി ശീലോം കുളത്തിൽ പോയി കഴുകുക എന്ന് പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ് വന്നിട്ട് യഹൂദന്മാര് ഇവനെ ക്രിസ്തു എന്ന് പറയുന്നവനെ പള്ളിപ്രശ്നനാക്കണമെന്ന് അവർക്ക് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞ് ഒത്തിരുന്നു. അതുകൊണ്ട് ഇവനൊരു പ്രവാചകനാണ് എന്ന് പറയുവാൻ എല്ലാവർക്കും എന്താണ്? പേടിയാണ്, ഭയമാണ്. അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? പള്ളിയിൽ നിന്ന് പള്ളി ഭ്രഷ്ടരാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മനുഷ്യൻ ഭാവിയാണെങ്കിൽ ഇവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ പറയുകയാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവൻ ആരാണ്? ദൈവത്തിന്റെ ഭക്തനാണ്. ഇവൻ ഭാവിയല്ല. കാരണം യഹൂദന്മാരെന്താണ് പറയുന്നത്? ഇവൻ ശബത്ത് ലംഘിക്കുകയാണ്. യേശുക്രിസ്തുവിനുള്ള രണ്ട് കുറ്റമാണ് ആരോപിക്കുന്നത്. ഒന്ന്, അവൻ ശബത്ത് ലംഘിക്കുന്നു. രണ്ട്, അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് അവകാശപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ്. അവൻ മോശയുടെ ന്യായപ്രമാണം അവൻ അനുസരിക്കുന്നില്ല എന്ന് പറയുകയാണ്. അവൻ ശബത്ത് ലംഘിക്കൂ എന്ന് പറയുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ട് അവൻ പാപിയായ മനുഷ്യനാണ് എന്ന് യഹൂദന്മാരും പരീശന്മാരും അവനെ മുദ്രമുത്തുകയാണ്. അവനെ കുറ്റം വിധിക്കുകയാണ്. അവനെ കുറ്റം വിധിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഈ മനുഷ്യൻ പറയുകയാണ്, ഹല്ലേലൂയ, പാപികളുടെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ല, ദൈവം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. ഇവൻ പാപിയായിരുന്നുവെങ്കിൽ ഈ കുരുടന് എന്ത് വരില്ല? സൗഖ്യം വരില്ല എന്ന് പറയുകയാണ്. അപ്പോ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പാപം ചെയ്തു എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ഉണ്ട്. നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഉന്നതയിൽ ഒരു ക്രൂശിക്കപ്പെട്ട ഒരു യേശു ഉണ്ട്. അവൻ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. നമ്മുടെ നമ്മുടെ പാപങ്ങളെ മുഴുവനും അവന്റെ സന്നിധിയിലേക്ക് ദിനംപ്രതി നമ്മൾ ഏറ്റുപറയുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവം സന്നദ്ധനാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, നിന്റെ വഴിപാട് യാഗത്തിന്മേൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നേരിടുക. അപ്പോ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഒരു കൂട്ടി സഹോദരനായി ഹല്ലേലൂയ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി, ദൈവത്തെയോട് പ്രാർത്ഥിക്കുവാനായി ദൈവത്തിന്റെ സന്നിധി നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, അങ്ങനെ നിനക്ക് വല്ലതും ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ പ്രാർത്ഥിക്കണ്ട, നീ ഇപ്പോൾ ആരാധിക്കണ്ട, നീ അവിടെ നിൽക്ക്. നീ പോയി നിന്റെ സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് അവനോട് ക്ഷമ പറഞ്ഞിട്ട് നീ തിരിച്ചു വരണം. നീ തിരിച്ചു വന്നിട്ട് നീ നിരപ്പായി വന്നിട്ട് നീ എന്റെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യണം? വഴിപാട് കഴിക്കുന്ന ആരാധിക്കുക. നീ എന്റെ മുമ്പിൽ ആരാധിക്കുന്നതിന് മുമ്പ് നിന്റെ സഹോദരനോട് നീ എന്ത് ചെയ്യണം? നിരപ്പായി വരണം. അങ്ങനെ നിരപ്പായി വന്നതിന് ശേഷം ഒന്നാമത് സഹോദരനെ നിരപ്പുകൊള്ളുക, പിന്നെ ഇതിന്റെ വഴിപാട് കഴിക്കുക. ഹല്ലേലൂയ. അങ്ങനെ കഴിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ എന്ത് ചെയ്യുന്നത്? ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളോട് പറയുകയാണ്,
നിന്റെ സഹോദരനോട് നീ നിരന്നുകൊള്ളണം. സഹോദരനോട് കൊണ്ടിട്ട് വേണം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാൻ. അതിന് മുമ്പ് നീ പ്രാർത്ഥിക്ക. നീ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോ, പക്ഷെ ഞാൻ കേൾക്കുകയില്ല. ഞാൻ എന്റെ മുഖം തിരിച്ചു കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ തീവ്രതയുള്ള ദൈവമാണ്. എന്റെ വചനം ഹല്ലേലൂയ മാറ്റമില്ലാത്ത വചനമാണ്. ഹല്ലേലൂയ. ഈ പറഞ്ഞതില് ഈ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമേ എനിക്ക് വിധിക്കുവാൻ കഴിയുകയുള്ളൂ. സ്വർഗമുണ്ട്, പാതാളമുണ്ട്, മനുഷ്യർക്ക് ന്യായവിധിയുണ്ട്. ഈ പുസ്തകങ്ങളെ തുറന്നു വെച്ച് ദൈവം ന്യായവിധിക്കും. വിശുദ്ധ വചനം ദൈവം വെച്ച് ന്യായം വിധിക്കുമ്പോൾ ഹല്ലേലൂയ നാം അവന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നിൽക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ കുറ്റങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ മറച്ചു വെക്കാം. ലോകത്തിലുള്ള എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് മറച്ചു വെക്കാം. പക്ഷേ അദൃശ്യരായ നോക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ കുറ്റങ്ങളെ നമുക്ക് മറച്ചു വെക്കുവാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ. നമ്മുടെ അകൃത്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ നമുക്ക് അകൃത്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആര് കേൾക്കുകയില്ല, ദൈവം കേൾക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തില് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പത്രോസ് ലേഖനം 3-ാം അധ്യായം 1 പത്രോസ് 3:12 പറയാണ്, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. പത്രോസ് തന്റെ ലേഖനത്തിൽ പത്രോസ് പറയുകയാണ്, കർത്താവിന്റെ കണ്ണ് നീതിയോടെ ജീവിക്കുന്നവന് മേല് കർത്താവിന്റെ കണ്ണ് എപ്പോഴും ഉണ്ട്. അതായത് അവൻ ദൈവത്തിന്റെ പൈതലാണ്. അവൻ ദൈവത്തിന്റെ വചനപ്രകാരമാണ് അവൻ ജീവിക്കുന്നത്. കർത്താവിന്റെ കണ്ണ് അവന്റെ ചെവി പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. അപ്പോ നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നവനാണ്. സങ്കീർത്തനക്കാരൻ അതാണ് പറയുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നതാണ്. അപ്പൊ ദൈവം പറയുകയാണ്, പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുകയാണ്, കർത്താവിന്റെ കണ്ണ് ഈ നീതിമാന്മാർ ഏതിലെ പോകുമ്പോഴും അവൻ ആര് ഭക്ഷണം കൊടുക്കുന്നു, അവനെ ആര് നോക്കുന്നു. ദൈവത്തിന്റെ മക്കൾ പോകുമ്പോഴൊക്കെ അവനെ ആർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. കൃപ. അവന് കൃപ വേണം. 2 പ്രൊട്ടക്ഷൻ വേണം. ഹല്ലേലൂയ. അവനെ സംരക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവന് കൃപ കൊടുക്കുന്ന ദൈവം, അവനെ കാക്കുന്ന ദൈവം. തന്റെ മക്കൾക്ക് കാക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവം പറയുകയാണ്, തന്റെ കണ്ണ് നീതിയോടെ ജീവിക്കുന്ന ദൈവത്തെ നീതിയോടെ അന്വേഷിക്കുന്നവരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അവര് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരവിലുള്ള ദൈവമാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമാകും. ദുഷ്പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നവന് ദൈവത്തിന്റെ മുഖം എന്താണ്? പ്രതികൂലമാണ്. അവൻ പ്രതികൂലമായിരിക്കുന്ന ദൈവമാണ് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മൾക്ക് എപ്പോഴും ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് നീതിയോടെ നീ ജീവിക്കുന്നു എങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് നീ അധികം നേരം പ്രാർത്ഥിക്കേണ്ട. നിന്റെ ആ ഒരു വാക്ക് മതി, നിന്റെ ഒരു ശ്വാസത്തിന്റെ ബുദ്ധിമുട്ട് മതി. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉടൻ തന്നെ ഉത്തരമരുളുന്ന ദൈവമാണ്. ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ജ്ഞാനിയായ ശലോമോൻ തന്റെ 28-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുകയാണ്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന വെറുപ്പാകുന്നു. ന്യായപ്രമാണം കേൾക്കാതെ 28-9 വായിച്ചു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. നമ്മൾ ന്യായപ്രമാണം കേൾക്കാതെ ദൈവത്തിന്റെ വചനമാണ് മോശ മുഖാന്തരം ദൈവം നമുക്ക് തന്ന കൽപ്പനകള്. ആ പ്രമാണങ്ങള് കേൾക്കാതെ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന ദൈവത്തിന് എന്താണ്? വെറുപ്പാണ്. നമ്മള് പലരും ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കാണ് വെറുപ്പ്? ദൈവത്തിന് വെറുപ്പാണ്. അല്ല, ദൈവം പറയുകയാണ്, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ദൈവം പറയുകയാണ്, നിന്റെ പ്രാർത്ഥന എനിക്ക് വെറുപ്പാണ്.
ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ദൈവം ആരുടെ പ്രാർത്ഥനയാണ്? നീതിമാന്മാരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. നമ്മൾ നീതിയോടെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ദൈവം ഉത്തരവരുളുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവ് കർമ്മേലിൽ ചെന്ന്, ഹല്ലേലൂയ, രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഏലിയാവ് കർമ്മേലിൽ ചെന്ന്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് തീയിറങ്ങുകയാണ് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. അവിടെ ബാലിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങിയില്ല. ഇവൻ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, തീ ഇറങ്ങി. ഹല്ലേലൂയ. ബലിപീഠങ്ങളെ ദഹിപ്പിച്ചു കളയുകയായിട്ട് കാണുന്നത്. ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസ്രായേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച 400 അശൂർ പ്രവാചകന്മാരെയും, ഹല്ലേലൂയ, അവിടെ വെച്ച് വെട്ടിക്കൊന്നുകളയുകയാണ് ഏലിയാവ്. ഹല്ലേലൂയ. തീയിൽ നിന്ന് അവർ പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥന ദൈവം കേട്ടോ? കേട്ടില്ല. കർമ്മേൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? തീ ഇറങ്ങി വന്ന് അത് ദഹിപ്പിച്ച് കളയുകയാണ്. ഹല്ലേലൂയ. അവിടെ ആഹാബിനെ നമ്മൾ കാണുകയാണ്. ആഹാബ് രാജാവ്, ആഹാബ് അതെ രഥം കെട്ടി മഴ വരുന്നുകൊണ്ട് പോവുകയാണ്. അപ്പോ ഏലിയാവിനോട് ചോദിച്ചില്ല, ഏലിയാവേ, നീ ഈ വാഹനത്തിൽ കയറുന്നുണ്ടോ? നീ എങ്ങനെ പോകുന്നു എന്ന് ഏലിയാവിനോട് ആരും ചോദിച്ചില്ല. ഈ രാജാവ് ചോദിച്ചില്ല. ഈ ദൈവത്തിന്റെ ദാസനോട് ചോദിച്ചില്ല, നീ എങ്ങനെ പോകുമെന്ന്. പക്ഷേ ദൈവം ഇറങ്ങി വന്നിട്ട് അവനെ എന്ത് ചെയ്തു? കൈകൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. ദൈവദാസനെ, ദൈവത്തിന് വേണ്ടി സത്യസന്ധമായി നമ്മൾ വേല ചെയ്യുന്ന ദൈവദാസനെ, ഹല്ലേലൂയ, ആരും കൊണ്ടുപോയില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ദൈവം അവനെ എടുത്തുകൊണ്ട് പോകും. ഹല്ലേലൂയ. ദൈവം ആഹാബിന്റെ രഥത്തിന് മുമ്പിലാണ് ഏലിയാവ് യാത്ര ചെയ്യുന്നത്. ഏലിയാവിന്റെ പ്രാർത്ഥന അത്ര ശക്തിയുള്ള ആ പ്രാർത്ഥന അവൻ വിചാരിച്ച് ചെയ്തപ്പോൾ, ഹല്ലേലൂയ, ഏലിയാവിനെ ദൈവം എടുത്തുകൊണ്ട് പോവുകയാണ്. ആ ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി. എന്താണ് ഏലിയാവിന്റെ ജീവിതത്തിൽ? അത് ആ വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റുകയും നമ്മൾ അവിടെ കാണുകയാണ്. എന്താണ് തെറ്റ്? ഏലിയാവ് ഇതൊക്കെ ചെയ്തു എന്ന് ആഹാബ് എന്ന ഇസ്ബേലിനോട് പറഞ്ഞു. ഇസ്ബേല് അപ്പോൾ ദൂതനെ അയക്കുകയാണ് ഏലിയാവിന്റെ അടുത്ത്. നാളെ ഇവരിൽ ഒരുത്തരെ പോലെ നിന്നെ ഞാൻ ആക്കുമെന്ന് ആര് പറയുകയാണ്? ഇസ്ബേലിന്റെ ദൂതൻ ചെന്ന് ഏലിയാവിനോട് പറയുകയാണ്. ഇസ്ബേലിന്റെ ആ ദൂതന്റെ വാക്ക് ഏലിയാവ് കേട്ടു. ഏലിയാവ് കേൾക്കേണ്ടത് ആരുടെ വാക്കാണ്? ദൈവത്തിന്റെ വാക്കാണ്. ദൈവത്തിന്റെ വാക്ക് കേൾക്കേണ്ട ഏലിയാവ് ലോകത്തിന്റെ വാക്ക് കേട്ടു. നമ്മുടെ ജീവിതയാത്രയിൽ എത്ര ശ്രേഷ്ഠനായ ദൈവദാസനാണെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ലോകത്തിന്റെ വാക്ക് കേൾക്കും. ലോകത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ എന്താണ്? നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. സമാധാനം ഉണ്ടാക്കുന്നവരോ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളന്മാർ എന്ന് വിളിക്കപ്പെടും. ഇവിടെ ഏലിയാവ് ദൈവത്തിന്റെ വാക്ക് കേൾക്കേണ്ടതിന് പകരം ഇസ്ബേലിന്റെ വാക്ക് കേട്ടു. അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഏലിയാവ് പറയുകയാണ്, എനിക്ക് മരിക്കണം, എനിക്ക് മരിച്ചാൽ മതി. ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറയാൻ, നീ മരിക്കാനോ? ഇനി നിനക്ക് 3 ശുശ്രൂഷയുണ്ട്. നിന്റെ എലീശയെ നീ അഭിഷേകം ചെയ്യാനുണ്ട്. ഇസ്രായേലിന്റെ രാജാവിനെ നിനക്ക് അഭിഷേകം ചെയ്യാനുണ്ട്. അശൂർ രാജാവിനെ അഭിഷേകം ചെയ്യാനുണ്ട്. 3 ശുശ്രൂഷ നിനക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ്. അവൻ പറയാണ്, എനിക്ക് മരിച്ചാൽ മതി എന്ന്. ലോകത്തിന്റെ വാക്ക് കേട്ടാൽ നമുക്ക് തോന്നും നമുക്ക് മരിക്കണമെന്ന് തോന്നും. നമുക്ക് ഈ ലോകത്തിന്റെ വാക്ക് കേട്ടാൽ നമുക്ക് തോന്നും മരിക്കണമെന്ന് തോന്നും. ലോകത്തിന്റെ വാക്ക് കേട്ടാൽ നമുക്ക് ജീവിതം മതി എന്ന് തോന്നും. ലോകത്തിന്റെ വാക്ക് കേട്ടാൽ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ദൈവത്തിന്റെ വാക്ക് കേട്ടാൽ നമുക്ക് സമാധാനം കിട്ടും. ദൈവത്തിന്റെ വാക്ക് കേട്ടാൽ നമുക്ക് സന്തോഷം കിട്ടും. ദൈവത്തിന്റെ വാക്ക് കേട്ടാൽ നമുക്ക് ജീവനെ പുതുക്കിപ്പെടും. യേശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നമുക്ക് വരുത്തി. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യഹോവയെ കാത്തിരിക്കുന്നവരുടെ ശക്തിയെ പുതുക്കും. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പോ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അപ്പൊ ലോകത്തിന്റെ വാക്ക് കേട്ടാൽ നമ്മൾ ദിനം പ്രതി ക്ഷയിച്ചു പോകും. നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഏലിയാവ്
നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന് ബൈബിൾ പറയുന്നു. പക്ഷേ വളരെ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ജീവനോട് എടുത്ത ഒരു പ്രവാചകനാണ് എലിയ പ്രവാചകൻ. ആ അത്രയ്ക്കും ശ്രേഷ്ഠനായ പ്രവാചകൻ വരെ ലോകത്തിന്റെ വാക്ക് കേട്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. നമ്മൾ ദൈവമക്കൾ ലോകത്തിന്റെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കരുത്. അങ്ങനെ നമുക്ക് ചെവി കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം ഉണ്ടാവുകയില്ല. അവൻ എത്ര വലിയവരായാലും എത്ര വലിയ പ്രവാചകനായാലും ഏതൊരു മനുഷ്യനാണെങ്കിലും നീ ലോകത്തിന്റെ വാക്ക് കേട്ടാൽ നിന്റെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല? നിനക്ക് സമാധാനം ഉണ്ടാകുകയില്ല. നിനക്ക് സമാധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്ക്, ദൈവശബ്ദം നമ്മൾ കേൾക്കണം. ദൈവശബ്ദം നമ്മൾ കേട്ട് നമ്മുടെ അകൃത്യങ്ങളെ നമ്മൾ കഴുകിക്കളഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയില് നമുക്ക് നിൽക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമുക്ക് സമാധാനം, ദൈവം നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരുമെന്നാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനം മാത്രം അനുസരിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുള്ളത്. അതാണ് സങ്കീർത്തനം 132 അധ്യായം 10 വാക്യത്തിൽ ദൈവം നമുക്ക് തന്ന ഒരു ദാവീദിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. എന്താണ് വാഗ്ദത്തം? നീ എന്റെ വചനം കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിന്റെ മക്കൾ എന്താണ്? ഈ സിംഹാസനത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. എന്നേക്കും സ്ഥിരമായിരിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം കൊടുക്കുകയാണ്. എന്ത്? നിന്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് ആണയിട്ട സത്യം. ദൈവം ദാവീദിനോട് ആണയിടും. അത് ദാവീദിനോട് മാത്രമല്ല, നമ്മളോട് എല്ലാവരോടും കൂടി ആ വചനം ദാവീദിന് വേണ്ടി മാത്രമുള്ള വചനമല്ല, ഈ ലോകത്തിലുള്ള ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കുമുള്ള വചനമാണത്. എന്താണ് വചനം? ഞാനും നീയും നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നമ്മുടെ മക്കൾ ഉന്നത സ്ഥാനത്തിൽ ഇരിക്കും. അപ്പനും അമ്മയും നേരുള്ളതുമാണെങ്കിൽ, അപ്പനും അമ്മയും നീതിയുള്ളവരോട് ജീവിച്ചു എങ്കിൽ മക്കളെ എന്ത് ചെയ്യും? ഉന്നത സ്ഥാനത്തിൽ ഇരുത്താമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിന് മാറ്റമില്ല. ഈ വചനം മാറും, ഭൂമി മാറും, ആകാശം മാറും, പക്ഷേ ഈ വചനമോ ഒരു നാളും മാറുകയില്ല. അപ്പൊ ദൈവം പറയാണ്, നീ നീതിയോടെയാണ് എന്റെ സന്നിധിയിൽ ജീവിക്കുന്നുവെങ്കിൽ നിന്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും? ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തും. അതിനൊരു മാറ്റമില്ല. അല്ല, ദാവീദിനോട് ആണയിടുകയാണ്, സത്യം ചെയ്ത് പറയുകയാണ് ദൈവം. അപ്പോ നീ നീതിയോടെ നീ ജീവിച്ചു എങ്കിൽ നിന്റെ മക്കൾക്ക് വേണ്ടി നീ ധനം സമ്പാദിക്കണ്ട. നീ ധനം സമ്പാദിച്ചു വെച്ചു എന്ന് വിചാരിച്ച് അത് നിനക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരില്ല. നിന്റെ മക്കൾ നിന്റെ കൂടെ എപ്പോഴും നിന്റെ കൂടെ ചേർന്നിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. നമ്മൾ കോരഹിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കോരഹിന് ഒരു വിചാരം ഉണ്ടായിരുന്നു. എന്താണ് വിചാരം? ഞാൻ എന്റെ മക്കളെ എപ്പോഴും എന്റെ കൂടെ ചേർന്ന് ഇരിക്കുമെന്നാണ് കോരഹ് വിചാരിച്ചത്. കോരഹ് വിചാരിച്ചു, എന്റെ മക്കള് എന്റെ കൂടെ, ഞാൻ മക്കൾക്ക് വേണ്ടി ഉപവസിക്കുന്നു, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ മക്കൾക്ക് വേണ്ടി ഒത്തിരി പൈസയൊക്കെ സമ്പാദിച്ചു, നല്ല വീട് പണിതു, ഒത്തിരി ബാങ്ക് ഡിപ്പോസിറ്റ് ഒക്കെ മക്കൾക്ക് വെച്ചു. അപ്പൊ മക്കള് എന്റെ ജീവിത അവസാനത്ത് മക്കൾ എന്ത് ചെയ്യും? എന്നോട് കൂടിയിരിക്കുമെന്നാണ് ആര് വിചാരിച്ചു? കോരഹ് വിചാരിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, മോശം പറഞ്ഞു, ദൈവത്തിന്റെ ഭാഗത്തോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ കോരഹിന്റെ മക്കൾ മാറി നിന്നു. കോരഹും നാഥാൻ അബിരാമും ഭൂമി പാതാളത്തിലേക്ക് ജീവനോടെ പോയി കരഞ്ഞുകൊണ്ടാണ് അവർ പോയത്. മക്കള് കൂടെ നിന്നില്ല. നീതിയില്ലാതെ പണം സമ്പാദിച്ച് നീതിയില്ലാതെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ നിൽക്കില്ല, ഭാര്യ കൂടെ നിൽക്കില്ല, ഭർത്താവ് കൂടെ നിൽക്കില്ല. യോബിന്റെ ജീവിതത്തിൽ നീതിയോടെ ജീവിച്ച യോബിന്റെ ജീവിതത്തിൽ വരെ ഭാര്യ കൂടെ നിന്നില്ല. പിന്നെയാണ് നീതിയില്ലാതെ ജീവിച്ചാൽ നമ്മുടെ കൂടെ ആര് നിൽക്കും? ഒരു മനുഷ്യനും നമ്മുടെ കൂടെ നിൽക്കുകയില്ല. ദൈവവചനം അതാണ് പറയുന്നത്. ഇസ്ബേല് നോക്കിയേ, ഇസ്ബേലിന്റെ ജീവിതത്തിൽ ഇസ്ബേൽ ആരാണ്? അഹാബിന്റെ ഭാര്യയാണ്, രാജ്ഞിയാണ്, ഒരു രാജ്ഞി. അവളുടെ ജീവിതത്തിൽ അവള് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, എല്ലാം സമ്പാദിച്ചിട്ടുണ്ട്. അങ്ങനെ സമ്പാദിച്ച ആ ഇസ്ബേലിന് എന്ത് ചെയ്തതാണ്? അവന്റെ മാംസം പട്ടി തിന്നുകയാണ്. ആരുണ്ട് എന്റെ ഭാഗത്തുനിന്ന് ഏഹു ചോദിച്ചപ്പോൾ അവളെ തള്ളി താഴെയിടുകയാണ്. 2 ശമൂവേൽ 9 അധ്യായത്തിൽ നമ്മളത് വായിക്കുകയാണ്. അവൾ തള്ളി താഴെയിട്ട് അവളുടെ ശരീരം ചിഹ്നഭിന്നമായി പോവുകയാണ്. ഹല്ലേലൂയ. അവസാനം തലയുടെ ഭാഗങ്ങളും 2 കൈകളും കാലുകളും മാത്രമേ ഉള്ളൂ. മാംസങ്ങൾ മുഴുവനും പട്ടി തിന്നുപോയി. ഒരു രാജ്ഞിയുടെ അവസ്ഥയാണ്.
അവൾ എന്താണ് ചെയ്തത്? ദൈവദാസന്മാരെ കൊല്ലുക എന്നുള്ളത് അവളുടെ ഒരു ഹോബിയായിരുന്നു. ദൈവദാസന്മാരെ അവൾ കൊന്നു മുടിക്കുകയായിരുന്നു. ആമേൻ. സ്തോത്രം. വളരെയധികം ദൈവദാസന്മാരെ കൊന്നു മുടിച്ചവളാണ് ഇസ്മേൽ. അഹാബിനെ, അതാണ് യേഹൂവിനോട് ദൈവം പറയുകയാണ്, നീ ആഹാബിനെയും അവന്റെ ഗ്രഹത്തെയും എന്ത് ചെയ്യണം? ഉന്മൂലനാശം വരുത്തണം. ആമേൻ. രാജാവായി പ്രവർത്തിച്ചപ്പോൾ യേഹൂവിനോട് ദൈവം പറയുകയാണ്, നീ ചെന്ന് ആഹാബിന്റെയും അവന്റെ കുടുംബത്തെയും എന്ത് ചെയ്യണം? ഉന്മൂലനാശം വരുത്തണം. അപ്പോ ആ ദൈവം യാഹു അവൻ ആദ്യം ചെയ്തത് ആഹാബിന്റെ ഭവനത്തിലേക്ക് ചെന്ന് അവരെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി കളയുകയാണ്. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, ദൈവമക്കളെ ഉപദ്രവിച്ചവരെ ഒക്കെ ദൈവം കുറിച്ചിട്ട് ഹല്ലേലൂയ പകരം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മുടെ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം. ദൈവത്തിന്റെ വചനത്തില് നിന്ന് നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ദൈവം നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും ദാവീദ് 40 വർഷം ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പറയുകയാണ്, ഞാൻ എന്റെ ജീവിതയാത്രയിൽ ഒരിക്കലും കണ്ടിട്ടില്ല നീതിയോടെ ജീവിച്ച ഒരു മനുഷ്യനെ അവനെ നോക്കുവാൻ ആളില്ലാതിരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവന്റെ മക്കൾ ആരുടെ നേരെ ചെന്ന് അപ്പം വിലക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നേരോട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, നീതിയോട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇവിടെ കുരുവാക്യത്തിലേക്ക് വരാം. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യ കരുതിയിരുന്നുവെങ്കിൽ. അപ്പോ ദാവീദിന്റെ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ദാവീദ് പറയുന്നത്. ദാവീദ് തന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോഹൻ തിരിച്ചു കളഞ്ഞു. അവന്റെ പ്രാർത്ഥന കേട്ടില്ല. ഹല്ലേലൂയ. പെട്ടകത്തിന് മുമ്പിൽ തിരിച്ചു നിർത്തും ചെയ്ത ദാവീദാണ്. ഹല്ലേലൂയ. ദൈവത്തെ വാസ്തവമായി രുചിച്ചറിഞ്ഞ ദാവീദാണ്. ഹല്ലേലൂയ. വളരെയധികം ഗുണങ്ങളുള്ള ദാവീദ് അവന്റെ ജീവിതത്തിന്റെ ഒരു ദൗർബല്യ നിമിഷത്തിൽ അവൻ കുറ്റം ചെയ്തു പോയി. ആ കുറ്റം ചെയ്തിട്ട് അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടില്ല. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ഉദ്ധാരണം കൂടെ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് അവനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ രക്താപരം പോലെ ചുമന്നിരുന്നാലും ഹിമം പോലെ നമുക്ക് പറഞ്ഞ ദൈവം ഹല്ലേലൂയ തന്റെ രക്തം കൊണ്ട് നമ്മുടെ പാവങ്ങളെ കൈക്കളഞ്ഞ് ഹല്ലേലൂയ നമ്മളെ വെളുപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ യാത്ര അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ 2 കണ്ണുള്ളവനായി സ്വർഗത്തിൽ നരകത്തിൽ പോകുന്നതിനേക്കാളും ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് കളഞ്ഞിട്ട് ഹല്ലേലൂയ സ്വർഗത്തിൽ പോകുന്നതാണ് നിനക്ക്. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുമെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്നും നശിക്കുന്ന നിനക്ക് പ്രയോജനം അത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അല്ലെങ്കിൽ അതിനെ വെട്ടിക്കളയുക. ഹല്ലേലൂയ. ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. ഹല്ലേലൂയ. 2 കൈയും 2 കണ്ണും സൗന്ദര്യമുള്ളവനായി പാതാളത്തിൽ പോകുന്നതിനേക്കാളും സൗന്ദര്യമില്ലാത്തവനായി സ്വർഗത്തിൽ പോകുന്നതാണ് നിനക്ക് നല്ലത്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ എല്ലാം ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉളവാവണം. ഈ ലോകത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഞാനൊരു ഫിസിക്കലായിട്ട് ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ ദൈവം അറിയുന്നു. ഹൃദയത്തിന്റെ വിചാരങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ അവനെ തൂക്കി നോക്കി അവൻ കുറവുള്ളവനായി കണ്ടിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കുറവുള്ളവനായി കാണുമോ? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അവിടെ 2 പേര് പ്രാർത്ഥിക്കുന്നത് നമ്മൾ അവർ കാണുകയാണ്. ഒരുത്തൻ പറയുകയാണ്, എന്താണ് പറയുന്നത്? ഞാൻ ഉപവസിക്കും, എല്ലാ ആഴ്ചയിലും ഉപവസിക്കും, പതാരം കൊടുക്കും, അങ്ങനെ എല്ലാം ചെയ്യുന്ന മനുഷ്യനാണ്. ഈ നിൽക്കുന്നവനെ പോയോ അല്ല, ഞാൻ അവനെ കുത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ആരുടെയാണ് പ്രാർത്ഥന കേട്ടത്? പറയാണ്, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. ലൂക്കോസിന്റെ 18-ാം അധ്യായത്തിൽ അതുകൊണ്ട് വായിച്ചു നോക്കുന്നുണ്ട്.
ലൂക്കോസിന്റെ 18-ാം അധ്യായം. സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും സ്തോത്രം. ഹല്ലേലൂയ. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഇവിടെ അവൻ നീതി ചുങ്കക്കാരനായ മനുഷ്യൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കുവാൻ എനിക്ക് ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കാം. നമ്മളുടെ ജീവിതയാത്രയിൽ ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. നമ്മൾ എപ്പോഴും ഒരു മാതൃകയാക്കേണ്ട പ്രാർത്ഥന. എപ്പോഴും നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് കഴിയില്ല, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, പക്ഷേ നിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ ഗുണം കൊണ്ടോ ഹല്ലേലൂയ നമ്മുടെ കഴിവ് കൊണ്ടോ ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോകുവാൻ കഴിയില്ല. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ ദൈവമേ എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയില്ല എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. ഹല്ലേലൂയ ദൈവം എന്നെ കഴുകണമേ എന്ന പ്രാർത്ഥനയായിരിക്കണം. ആ ക്രൂശിൽ കിടന്ന കള്ളൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ലോകം പറഞ്ഞു ഈ കള്ളൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല എന്നാണ് ലോകം വിധിച്ചത്. ലോകം വിധിച്ചത് ആരാണ്? ഈ കള്ളൻ. ഒരു കള്ളൻ ഒരിക്കലും എവിടെ പോകില്ല, സ്വർഗത്തിൽ പോകില്ല. ആ ലോകം അതാണ് പറയുന്നത്. പക്ഷേ യേശു പറയുകയാണ്, ഹല്ലേലൂയ യേശുവിനോട് അവൻ അപേക്ഷിച്ചപ്പോൾ എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും എന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനത്തിലും മോശയോട് ദൈവം പറയുകയാണ്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും. ആ കള്ളനോട് ദൈവത്തിന് കരുണ തോന്നി. അവനെ സ്വർഗത്തിൽ ദൈവം കൊണ്ടുപോയെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും കർത്താവിനോട് പറയണം, ദൈവമേ എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല, നിന്റെ അടുത്ത് വരുവാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ കുറവുള്ളവനാണ്. ഹല്ലേലൂയ എന്റെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ എന്ന് ഒരു പ്രാർത്ഥനയോടെ ഉറച്ച നിലവിളിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും ആമേൻ ആമേൻ. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു.